ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജിയാണ്. അതുപോലെ നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജീസ് എങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരാനായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പ്രെഡിൽ ആദ്യമേ നിങ്ങളുടെ എനർജിയെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ ഒരു ക്യാരക്ടറിനും അല്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ആ ഒരു രീതിക്കെല്ലാം നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി പണ്ട് എങ്ങനെയായിരുന്നു അതിൽ നിന്ന് ഒരുപാട് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ആരെയും അധികം വിശ്വാസമില്ലാത്തൊരവസ്ഥയിലായിരിക്കാം. സ്വയം ഒരു ഡിസ്റ്റൻസ് ഇട്ടായിരിക്കാം എല്ലാവരുടെ അടുത്ത് നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് ആ ഒരു തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ആരുമായിട്ടും കൂടുതൽ അടുക്കാതെ നിങ്ങളൊരു ഡിസ്റ്റൻസ് ഇടുന്നു. കാരണം ആരെ വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പേടി കൊണ്ടായിരിക്കാം ആരെ വിശ്വാസത്തിൽ എടുക്കണം അല്ലെങ്കിൽ ആരെ വിശ്വാസത്തിൽ എടുക്കണ്ടെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോൾ ആ ഒരു എനർജിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ട്. നേരത്തെ ചിലപ്പോൾ എന്തെങ്കിലും ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ 10 പേരോട് ചോദിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു തീരുമാനം സ്വയമേ എടുക്കാൻ മടിയുള്ളൊരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ അതിനെല്ലാം നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്നെസ്സിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ സ്വയമേ മനസ്സിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് പറയാം. ഇനി അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വൈസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നതായിട്ട് കാണാം. അതായത് ബേസിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയോടുള്ള സ്നേഹം നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിലുണ്ട്. പക്ഷേ അതിന് മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഡൗട്ട്ഫുള്ളാണ്. ആ ഒരു ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണോടുള്ള സ്നേഹം ഒരു വശത്തുണ്ട്, പക്ഷേ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയാത്ത ചില ഇൻസിഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വയമേ ഒരു ക്ലാരിറ്റി ഇല്ല, നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു കറക്റ്റ് പിക്ചർ, ഒരു ക്ലിയർ പിക്ചർ ഇല്ല. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണോ, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാമോ, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായിട്ട് ആ ഒരു ബേസിക്കിൽ അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ആ ഒരു ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഇവരോടുള്ള ഒരു സ്നേഹം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇതൊട്ട് വിട്ടുകളയാനും സാധിക്കില്ല. നിങ്ങൾക്ക് തന്നെ ഒരു ഡബിൾ മൈൻഡ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മതിരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ്. ഇവരെ കൈവിട്ട് കളയണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കില്ല. ഇല്ല, കൈവിട്ട് കളയാൻ പറ്റില്ല, കാരണം എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, ഒരു കാരണവശാലും ഈ ഒരു പേഴ്സണ് പകരം ആരെയും കൊണ്ടുവരാൻ സാധിക്കില്ല. അത്രയും ആ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു പേഴ്സണെ കംപ്ലീറ്റ്ലി വിശ്വസിച്ച് ഇവരെൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ 100% ട്രസ്റ്റ് ചെയ്ത്, ഒരു പക്ഷേ പണ്ട് നിങ്ങൾ അങ്ങനെ ആയിരുന്നിരിക്കാം, കംപ്ലീറ്റ്ലി ഈ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതുപോലെ 100% ഇവരെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് കഴിയാത്തൊരവസ്ഥയാണ്. കാരണം അത്തരത്തിലാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചിലപ്പോൾ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെയും ഈ പേഴ്സണെയൊക്കെ കുറിച്ചുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഒരു കല്ല് പോലെ മാറിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു എനർജിയിൽ നിങ്ങൾ വന്നിട്ടുണ്ടാവാം. അതായത് അനുഭവങ്ങൾ നിങ്ങളെ ഒന്നും കൂടി പരുക്കനാക്കി, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു സ്ട്രെങ്ത്നെസ് നിങ്ങൾക്ക് വന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആ ഒരു ജീവിതശൈലിയും കാഴ്ചപ്പാടുകളെല്ലാം മാറിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇപ്പോൾ ട്രൂ ലവ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം പഴയ ആ ഒരു ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും മനസ്സിൽ വരണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊരു പുച്ഛമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് നിങ്ങളുടെ എനർജി പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അറിയാമായിരിക്കുമല്ലോ നിങ്ങളുടെ എനർജി ഇങ്ങനെയാണോ, നിങ്ങളിപ്പോൾ ഈ ഒരു തരത്തിലാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് പറയാം. അതായത് മെയിൽ ആണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും ഒരു കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. കാരണം അവരുടെ കാര്യങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളെ അവർക്ക് ഇഷ്ടമല്ലേ, നിങ്ങളവർ തിരിഞ്ഞു നോക്കുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ
നിങ്ങളോട് അവർക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ സഹിതം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം ഒരു സെക്കൻഡറി ആയിട്ടാണ് ഇവർ മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇപ്പം നമുക്ക് പല സാധനങ്ങളും മേടിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ നമുക്ക് ബക്കറ്റ് ലിസ്റ്റിനകത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടാവും. പക്ഷെ നമ്മൾ ചിലപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസോ കാരണങ്ങളൊക്കെ കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് നടത്തേണ്ടുന്ന കാര്യങ്ങളായിരിക്കും നമ്മളെപ്പോഴും നടത്തുക. പിന്നീട് നമുക്ക് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ പലപ്പോഴും പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റി വെക്കും. അത് പിന്നീടാവാം, എപ്പോഴെങ്കിലും പൈസ വരട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ട് വെക്കുകയാണ്. അപ്പം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നീഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എത്രയും വേഗം ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൻ്റെ കാര്യം പോലെ നിങ്ങളുടെ പേഴ്സണും പലപ്പോഴും ഒരു പ്രഥമ പരിഗണന കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രൈമറി ആയിട്ട് കാണുന്നത് വേറെ പല കാര്യങ്ങൾക്കുമാണ്, അല്ലെങ്കിൽ അവർ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മളിവിടെ ഈ ഒരു എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ പിന്നീടത്തേക്ക് വെക്കുന്ന അല്ലെങ്കിൽ താല്പര്യമുണ്ട് പക്ഷേ പിന്നീട് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ മാറ്റി നിർത്തുന്നത് പോലെയാണ് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പരിഗണനയോ അല്ലെങ്കിൽ വേണ്ടുന്ന സമയത്ത് എടുക്കേണ്ടുന്ന ഒരു നിലപാടുകളോ ഒന്നും ഇവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നില്ല. അതെല്ലാം പിന്നീട് എന്നുള്ള രീതിയിൽ മാറ്റി വെക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല. പലപ്പോഴും ഒരു ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം, ചിലപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അവിടെയാണ് നല്ലതെന്ന് തോന്നുക, ആ ഒരു തരത്തിലൊക്കെ ഉള്ള ഒരു ചാഞ്ചാട്ടമുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് പറയാം. അതുപോലെ ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും ഒരു തൃപ്തികരമായിട്ടുള്ളൊരു ഫീലിംഗ് ആൾക്ക് കിട്ടണമെന്നില്ല. ഇപ്പോൾ ചില ആൾക്കാരുണ്ട് വളരെ കുറവാണ്, ചിലപ്പോൾ മറ്റൊരാളുടെ കണ്ണിൽ വളരെ കുറവായിട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് കിട്ടുന്നതെങ്കിലും അവരുള്ളതിൽ തൃപ്തിയായിട്ട് അല്ലെങ്കിൽ തൃപ്തരായിട്ട് മുന്നോട്ട് പോകുന്ന പേഴ്സൺസാണ്. പക്ഷെ വേറെ ചില ആൾക്കാരുണ്ട്, എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പൈസ ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ ആ ഒരു പൈസയിലൊന്നും ഒരു തൃപ്തരാവില്ല. ഇനിയും എനിക്ക് വേണം എന്നുള്ള ആ ഒരു നമ്മളെന്താ പറയുക ആർത്തി എന്ന് പറയുന്നത് പോലെ വീണ്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രേവിങ്സ് ഉള്ള ആൾക്കാരുണ്ട്. ചിലപ്പോൾ വേറെ വർക്ക് ഹോളിക് ആയിരിക്കാം. അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളിലും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു പേഴ്സൺ, അതായത് ഇവരെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ചിലപ്പോൾ അത്രത്തോളം നടക്കുന്ന ഒരു കാര്യമാണെന്ന് പറയാൻ സാധിക്കില്ല. ഒന്നിലും സാറ്റിസ്ഫൈഡ് ആവാത്ത ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പൂർണ്ണമായിട്ടും നിങ്ങൾ ഒഴിവാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട എന്നൊന്നും ഈ ഒരു പേഴ്സൺ ഇല്ല. നിങ്ങളോട് ഇഷ്ടമുണ്ട്, പക്ഷേ അവരുടെ ആ ഒരു ഫസ്റ്റ് ചോയ്സ് അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് കാറ്റഗറിയിൽ നിങ്ങളില്ല. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുള്ള ഒരു പ്രശ്നം. അപ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണ്ടുന്ന വ്യക്തികളാണ്. നിങ്ങൾക്ക് ആ കൊടുക്കുന്നത് തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന പേഴ്സൺസാണ്. ഈ ഒരു പേഴ്സൻ്റെ കൂടുതലായിട്ടുള്ള ഒരു കൺസേണും സ്നേഹവും കരുതലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ ഒരു കോംപ്ലിക്കേഷൻ എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്നൊന്ന് അകന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹം കാണിക്കാതിരിക്കുന്ന ഒരു സമയത്ത്, ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, ഓൺ ഗോയിങ് ആയിട്ട് റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ ഒന്ന് പിടുത്തവിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മസിൽ പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെൻറ്റ് കാണിച്ചേക്കാം. പക്ഷെ എപ്പോഴാണ് നിങ്ങളൊന്ന് അഴഞ്ഞ് കൂടുതൽ സ്നേഹം ഇവരോട് കാണിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ ഇവർ അകന്നു പോകുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അതായത് നിങ്ങൾ അകന്ന് നിൽക്കുമ്പോൾ ഇവർ പെട്ടെന്ന് അടുത്തേക്ക് വരികയും ഇൻ ദ സെയിം വേ, ഇതിൻ്റെ ഒരു വൈസ് വേഴ്സ എന്ന് പറയുന്നത് പോലെ നേരെ തിരിച്ചുമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ബന്ധം ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ചില സമയത്ത് അത് നല്ല രീതിയിൽ ഓണായിട്ട് പോകുന്നു, ചില സമയത്ത് അത് ഓഫായി പോകുന്നു, തീരെ ഒന്നും ഇല്ലാത്ത പോലെ സൈലൻ്റ് ആയിട്ട് കെട്ടുപോകുന്നൊരവസ്ഥ. ആ ഒരു രീതിയിലൊക്കെ മാറാൻ ചാൻസ് ഉള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ട്. നിങ്ങൾ പുറമേ വളരെ ബലം പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് ബോൾഡായിട്ട് മാറി എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു, എങ്കിൽ പോലും മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു പ്രത്യാശ നിങ്ങൾക്കുണ്ട്. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആദ്യ കാലങ്ങളിൽ കൂടുതൽ ഫോക്കസും ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നെയായിരിക്കും തന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഇവരുടെ ഒരു പ്രൈമറി കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഇവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതിയിരുന്നത് തന്നെ നിങ്ങളുടെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സ്നേഹവും പരിഗണനയും ആ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഇപ്പോൾ കിട്ടാനായിരിക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു സെക്കൻഡറി കാറ്റഗറിയിലേക്ക് പോയിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കൂടുതലും എപ്പോഴും ബിസി ആണെന്ന് പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. തിരക്കൊഴിഞ്ഞിട്ട് നേരെ ഇല്ലാത്തൊരു പേഴ്സൺ ആയിരിക്കും. എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അവർ ബിസിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിച്ച് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മൊത്തത്തിൽ തിരക്കും തിക്കുമൊക്കെയാണ്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിരുത്തി കേൾക്കാനോ ഒന്നും ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അതിനവർ പറയുന്ന റീസൺസും അവർ തിരക്കായതുകൊണ്ടാണെന്നുള്ളതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരും. പിന്നീട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ച് നാൾ നല്ല രീതിയിൽ പോവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഇനി ഇതിനകത്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഈ ഒരു പേഴ്സൺ വന്ന് സെറ്റായി, ഇനി കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ പിന്നീട് മുന്നോട്ട് പോവുക.
പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പഴയതുപോലെ അവർ നിങ്ങൾക്ക് ആ ഒരു പ്രയോറിറ്റി തരാതെ ആവുന്ന ഒരവസ്ഥയിലേക്ക് മുന്നോട്ട് പോകും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഏണി പാമ്പും കളിക്കുന്ന പോലെയുള്ള ഒരു എനർജിയാണ്. പലപ്പോഴും നിങ്ങൾ ജയിച്ചു എന്ന് വിചാരിച്ച് സന്തോഷിക്കും, പക്ഷെ വീണ്ടും പാമ്പ് ഒഴുകുന്ന പോലെ താഴേക്ക് വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളത് പറയാം. പക്ഷേ ഇവരെ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, അല്ലെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ആകെ എക്സോസ്റ്റഡ് ആയിട്ടും ഇതിൽ നിന്ന് വിട്ടു പോകാൻ സാധിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു കണക്ഷൻ കാരണമാണ് നിങ്ങൾക്ക് ഇവരെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോകാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഇത് വേണ്ടാന്ന് വെക്കാൻ സാധിക്കാത്തതെന്ന് നിങ്ങൾ തന്നെ ചിലപ്പോൾ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇതിനു മുൻപ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ഓവർകം ചെയ്ത് പോരാൻ സാധിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ആ ഒരു വ്യക്തികൾ എന്തെങ്കിലും ചീറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അതൊന്നും ഇത്രയും അള്ളിപ്പിടിച്ച് അതിന് വേണ്ടി ഇരിക്കേണ്ടുന്ന ഒരു ആവശ്യം വന്നിട്ടുണ്ടാവില്ല. അതിൽ നിന്നെല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഹോണസ്റ്റ് അല്ല, നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവരിൽ നിന്ന് തന്നെ ചില തിരിച്ചടികൾ ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് വിട്ട് കളയാൻ കഴിയാതെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഈ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ പലപ്പോഴും എവിടെയൊക്കെയോ പോകുന്നു, പക്ഷെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ അവസാനം ചുറ്റി തിരിഞ്ഞെത്തുന്നു. പൂർണ്ണമായിട്ട് ഇത് നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന ഒരു സമയം വരുമ്പോഴത്തേക്കും ആളിതിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആളുടെ കൈവിട്ട് പോകരുത് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങളായിട്ട് ചിലപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പോകുന്ന ഒരു സമയത്തോ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ഒരു ടൈമിൽ നിങ്ങൾ അത്രത്തോളം സ്നേഹം കാണിക്കാതിരിക്കുന്ന ഒരു സമയത്തോ ഒക്കെ കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആവാനായിട്ട് അവർ വരുന്നതിൻ്റെ ഒരു റീസൺ. അപ്പോൾ രണ്ടു പേർക്കും ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ എല്ലാവർക്കും അല്ലാന്നുണ്ടെങ്കിൽ പോലും ചിലർക്കെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് മണി മാറ്റേഴ്സും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഫിനാൻഷ്യലി എല്ലാം ഒരു കൊടുക്കൽ വാങ്ങലുള്ള ഒരു ബന്ധമാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല, അതെല്ലാവർക്കും നമ്മൾ പറയുന്നില്ല. അത് മാത്രമല്ല, ഭൂരിഭാഗം വ്യക്തികൾക്കും നിങ്ങളുടെ പേഴ്സൺ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാനാണ് സാധ്യത. അതായത് അവർ വളരെയധികം മണി മൈൻഡഡ് ആയിട്ട്, അല്ലെങ്കിൽ മണി ഓറിയൻറ്റ് ചെയ്ത് നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അതുപോലെ തന്നെ സമൂഹത്തിലാണെന്നുണ്ടെങ്കിലും പേര്, പ്രശസ്തി, പണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ. അതിന് വേണ്ടിയിട്ട് ഒരു എന്തിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാലും കറങ്ങിത്തിരിഞ്ഞ്, നമ്മൾ ഈ പൂച്ച എങ്ങനെ വീണാലും നാലുകാലിൽ വീഴെന്ന് പറയുന്നത് പോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ അതാണ് മനുഷ്യരെ മുൻപോട്ട് ജീവിക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അവരുടെ കണ്ണിൽ കാണുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവർ കൂടുതൽ പരിഗണന കൊടുക്കുന്ന ഒരു പേഴ്സണും കൂടി ആയിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനുള്ള ഒരു സാധ്യത നമ്മളിവിടെ കാണുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വല്ലാതെ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി ആ ഒരു തേർഡ് പാർട്ടിയായിട്ടൊക്കെ കൂടുതലായിട്ട് അറ്റാച്ച്ഡ്, അല്ലെങ്കിൽ നിങ്ങളെക്കാളും ഒരു സ്നേഹം ആ ഒരു തേർഡ് പാർട്ടിയോട് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ആ ഒരു തേർഡ് പാർട്ടി പ്ലേസിൽ ആരാണുള്ളതെങ്കിലും നിങ്ങളെക്കാൾ ആ ഒരു തേർഡ് പാർട്ടിയോട് അവർക്ക് മാനസികമായിട്ട് സ്നേഹവും ഇഷ്ടവും കരുതലൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം എന്തൊക്കെ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആഫ്റ്റർ ഓൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്കാണ് അവർക്ക് ആ ഒരു ഇമോഷണൽ വൈസ് അവർക്ക് എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളോടാണ്. ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന പരിഗണനയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് ശരി തന്നെ, നമ്മൾ ആദ്യമേ പറഞ്ഞു. പക്ഷേ ഈ പറയുന്ന വ്യക്തിയുടെ, അവരൊരു മണി മൈൻഡഡ് ആണെന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു താല്പര്യവും സ്നേഹവും അവർക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. ഇപ്പോൾ തേർഡ് പാർട്ടിയോടൊക്കെ കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും അത് കംപ്ലീറ്റ്ലി ഹോണസ്റ്റി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും അവിടെ കാണിക്കുന്നത് ഒരു ഫേസ് ആയിരിക്കാം ആ ഒരു പേഴ്സൺ. ഇപ്പോൾ കറന്റ് നമ്മൾ നോക്കുമ്പോൾ പോലും ഈ വ്യക്തി മറ്റെന്തോ കാര്യത്തിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ അവരുടെ ഒരു കരിയർ ആയിരിക്കാം. വർക്ക് ഹോളിക് ആയിട്ട് ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു കരിയറിനായിരിക്കാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഗ്രോത്ത് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. പുതിയതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർ കൂടുതലായിട്ട് ഇപ്പോഴും ആ ഒരു സ്ഥലത്തേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് പല കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് അവരൊന്ന് സ്റ്റേബിൾ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഈ ഒരു പേഴ്സൺ ഉണ്ട്. ചിലപ്പോൾ അവർ വിചാരിക്കുന്ന ഒരു രീതിയിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഫിനാൻഷ്യലി എല്ലാം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഇനിയിപ്പോൾ ഫിനാൻഷ്യലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് പലപ്പോഴും ഒരു ക്രേവിങ്സ് ആണ്, വീണ്ടും 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 വേണം എന്നുള്ളൊരു ആ ഒരു തരത്തിൽ മെൻറ്റാലിറ്റി ഉള്ളൊരു പേഴ്സൺ ആണ്. അപ്പോൾ അതിലൊക്കെ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ എങ്കിൽ കൂടിയും നിങ്ങൾ തമ്മിൽ ഇപ്പോഴും സെപ്പറേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്ത് വീണ്ടും വരും എന്നുള്ളതാണ്.
അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുകൊണ്ട് ആ ഒരു സർക്കിളിൽ നിന്നും നിങ്ങൾക്കും ആ ഒരു പേഴ്സണിന് പുറത്ത് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു വല്ലാത്തൊരു ഡിസ്റ്റൻസ്, ഇപ്പോൾ നിങ്ങൾ രണ്ട് വ്യക്തികൾ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ സോൾ വൈസ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സോളിനത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിലാണ് വീണ്ടും ഇവർ തേടി വരുന്നത്. അതിനുശേഷം നിങ്ങൾ വീണ്ടും രണ്ടുപേരും യൂണിയനായി, അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഇപ്പോൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ വീണ്ടും ആ ഒരു വ്യക്തിയുടെ റിയൽ ഒരു സ്വഭാവം എന്താണോ അതിലേക്ക് അവർ പോയി പോകുന്നു എന്നുള്ളതാണ് ഇവിടെ സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്കിതിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, കൂടുതലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതും അറ്റാച്ച് ആവാൻ ശ്രമിക്കുന്നതും എപ്പോഴും ഇവർക്കൊരു ലോൺലിനെസ് അനുഭവപ്പെടുന്ന ഒരു സമയത്താണ്, അല്ലെങ്കിൽ തീർത്തും ഒറ്റപ്പെട്ടു പോയി ആരും ഇല്ല എന്നുള്ള ഒരു തോന്നൽ അവരുടെ ലൈഫിൽ വരുന്ന ഒരു ഘട്ടത്തിലായിരിക്കാം. ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ള ഒരു വീട്ടിലെ വ്യക്തിയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു വ്യക്തിക്ക് ഉള്ളൊരു സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ടൈമിലാണ് അവർക്ക് കൂടുതലായിട്ടും നിങ്ങളെക്കുറിച്ചുള്ളൊരു ഓർമ്മ വരുന്നതും, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റ് ആവണം, അറ്റാച്ച് ആവണം എന്നുള്ളൊരു ചിന്താഗതിയും വരുന്നത് അവർക്ക് അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ റിയലൈസ് ചെയ്യുന്നത്, നിങ്ങളിലേക്ക് വരാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവർ വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് പറഞ്ഞു, അവരുടെ ഒരു സെൽഫ് ഗ്രോത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫെയിം മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ എന്താ പറയുന്ന ഒരു പത്രാസ് കാണിച്ചു നടക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. വളരെയധികം ആ ഒരു ലൗകികമായിട്ടുള്ള ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ തന്നെയാണെന്നുള്ളത് പറയാം. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ഒരു സെൽഫ് ഗ്രോത്തിനൊക്കെ അവർ വിചാരിച്ച പോലെയുള്ള ഒരു മുന്നോട്ട് പോക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ച പല കാര്യങ്ങളിലും അവർക്ക് തിരിച്ചടിയാണ് നേരിട്ടത്. അങ്ങനെയൊക്കെയുള്ളൊരു സമയത്തും ഇവർക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. അതായത് ആരും ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഓടി വരാൻ പറ്റിയ ഒരേ ഒരു ഇടം എന്ന് പറയുന്നത് നിങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ അത്രത്തോളം ഈ ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവാം, ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവാം, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇല്ല, എനിക്ക് ഈ ലോകത്ത് എൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ ആരും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്ത് ഇന്നൊരു പേഴ്സൺ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസമാണ് പലപ്പോഴും നമ്മളെ ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നിങ്ങളായിട്ട് നകന്നു പോയി എന്നൊക്കെ തോന്നുമ്പോൾ ഇവർ വീണ്ടും വീണ്ടും ഓടി വരുന്നത്. കാരണം ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടുന്ന ഒരു പരിഗണനയും കാര്യങ്ങളൊന്നും ഇവർ പ്രോപ്പർലി തന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളിതെല്ലാം ഈ ഒരു പേഴ്സണ് കൃത്യമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ വീണ്ടും നിങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാം മറന്ന് ഈ ഒരു പേഴ്സണ് പ്രോപ്പർ ഒരു ടേക്ക് കെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും ഒരിക്കലും ഈ വ്യക്തിക്ക് നഷ്ടപ്പെടുത്തി കളയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിനകത്ത് തേർഡ് പാർട്ടി ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആൻഡ് ആ ഒരു കണക്ഷൻ ഒക്കെ ഉള്ളത് നിങ്ങളോട് മാത്രമാണ് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു സെപ്പറേഷനിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ വീണ്ടും നിങ്ങളിലേക്ക് ഓടി വരാനുള്ള സമയമായിട്ടുണ്ട്, വീണ്ടും ഈ ഒരു പേഴ്സൺ വരും എന്നുള്ളതാണ്. പക്ഷെ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് അവരിലേക്ക് ഇഴുകി ചേർന്നു എന്ന് മനസ്സിലാവുന്ന സമയത്ത് അവർ വീണ്ടും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ബിസിയായി പോകുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിരാശപ്പെടേണ്ടതായിട്ട് വരാം. ആ ഒരു രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പാണ്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ 100% ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങൾ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയുമാണ്. അപ്പോൾ ഇതിനകത്ത് ഏകദേശം രണ്ടുപേരുടെയും എനർജീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഇന്ന് നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. ക്ലൂസ് എടുക്കണം എന്ന് പലപ്പോഴും പറയുന്ന ആൾക്കാരുണ്ട്, കൂടുതലും ക്ലൂസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളുടെ വ്യൂവേഴ്സ് എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയും കൂടി ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് നമ്പർ 14 ആണ്. H, letter M, Aries zodiac sign. Number 21, letter G, letter K, Wayanad district, May month, Pathanamthitta. Number 15, Uttram Nakshatram, letter Y. Number 29, letter A,
Sagittarius zodiac sign. Number 5, December month. Scorpio. Letter B ആണ് കേട്ടോ. ഇടുക്കി ഡിസ്ട്രിക്റ്റ്. ആൻഡ് ഫൈനലി തിരുവോണം നക്ഷത്രം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ വന്നിട്ടുള്ള എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു പേഴ്സണും ഒരുമിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. സെപ്പറേഷനിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.